ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ ഇപ്പോൾ മുഴുവൻ കണ്ടൻറ് ക്രിയേറ്റേഴ്സാണല്ലേ. കണ്ടൻറ് ക്രിയേറ്റിംഗ് ഒന്നും അല്ലെങ്കിലും നാളെ എടുത്ത് നോക്കുമ്പോൾ നല്ല സുന്ദരമായ കുറച്ച് ഓർമ്മകൾ അതിങ്ങനെ വെക്കുന്നത് ശരിയല്ലേ. സോ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്ന ഒരു വളരെ കാമായിട്ടുള്ളൊരു ശനിയാഴ്ചയായിരുന്നു. ഞങ്ങൾ വളരെ താമസിച്ച് ബ്ലോക്കിലൊക്കെ പെട്ട് സിറ്റിയിലേക്ക് പോയതാണ്. രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നേരെ ഷെഫ് പിള്ളയിൽ കയറി അവിടെ നിന്ന് മട്ടൻ ബിരിയാണിയാണ് കഴിച്ചത്. രാവിലെ കഴിക്കാതിരുന്നത് കൊണ്ട് മട്ടൻ ബിരിയാണിക്ക് മുന്നേ ഒരു സാലഡ് മേടിച്ച് കഴിച്ചു. ഒരു ചെറിയ സുലൈമാനി ലൈം ടീ ഒക്കെ കടിച്ചു. എന്ത് കിട്ടിയാലും ഫോട്ടോ എടുക്കുന്ന നിരഞ്ജന അവിടെയും എസ്തെറ്റിക്സ് ഒപ്പിച്ച് എൻ്റെ കുഞ്ഞി വണ്ടിയുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ചെക്ക് പോയിന്റ് 1 ഡൺ. നൗ ചെക്ക് പോയിന്റ് 2 സ്കോഡ. അത് കഴിഞ്ഞ് നിരഞ്ജൻ ഒരു ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ സ്കോഡയിലേക്ക് പോയി. കുഷാക്കിന് വേണ്ടിയിട്ടാണ് പോയത്. അവിടെ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ പുതിയ സ്കോഡ കുഷാക്കിൻ്റെ ലോഞ്ച് ഡേ ആയിരുന്നു. അപ്പോൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത വേർഷനോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എന്തായാലും പുതിയ സ്കോഡ കുഷാക്കിൻ്റെ ലോഞ്ച് ഡേ ആയിരുന്നു. ഞങ്ങളത് കണ്ടു. അത് കഴിഞ്ഞിട്ട് അവൻ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. നേരെ ഞങ്ങൾ സിറ്റിയിലൊരു വാച്ച് കടയിലേക്കാണ് പോയത്. കുറച്ച് വാച്ചുകളുടെ സ്ട്രാപ്പ് മാറ്റേണ്ട കാര്യമുണ്ടായിരുന്നു, ചെറുതാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. സോ എൻ്റെ ഫോസിൽ വാച്ച് ബ്രൗൺ മാറ്റി ബ്ലാക്ക് ആക്കി. മറ്റേ കുണ്ടറ ബാബു പറഞ്ഞ പോലെ ഒന്ന് എൻ്റെതിനും ഒന്ന് എൻ്റെ ശത്രുവിൻ്റെ സമാറിയാണ്. ഒരു സമയത്ത് തിരുവനന്തപുരത്തിൻ്റെ ഭക്ഷണ ആസ്ഥാനം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഷവായിക്ക് അത്രയും ഇമ്പോർട്ടൻസ് പ്രിയം കൊണ്ടുവന്ന കടയാണ് സംസം. അന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ ആണെന്നൊക്കെ വലിയ പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു, അന്ന് എനിക്കറിയില്ല. ബട്ട് ഈവൻ ബേസിൽ ജോസഫ് വരെ പറഞ്ഞു തിരുവനന്തപുരത്ത് പോയ ഇവിടുത്തെ തിരുവനന്തപുരത്ത് പോയാൽ സംസമിലെ ഷവായ കഴിക്കണോ. വൈകുന്നേരം ചായ കുടിക്കാത്തത് കൊണ്ട് നേരെ ഒരു ചായയും കുടിച്ച് റോഡെല്ലാം കറങ്ങി എൻ്റെ ഒരു കസിൻ്റെ കുഞ്ഞിന് ഒരു കുഞ്ഞ് സാധനം മേടിക്കണമായിരുന്നു. ഞങ്ങൾ കാർ സീറ്റാണ് മേടിച്ചത്. 3ാമത്തെ കുഞ്ഞാണ്. ഞങ്ങൾ വാങ്ങിക്കൊണ്ട് ചെന്നപ്പോഴേ വിചാരിച്ചു ഇത് കുഞ്ഞിന് മുന്നേ ഇരിക്കാൻ പോകുന്ന വേറെ ആളായിരിക്കുമെന്ന്. അതുപോലെ തന്നെയായിരുന്നു. കുഞ്ഞൂട്ടനാണ് ഇരുന്നത്. ഈ കുഞ്ഞിവാവയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. ഞങ്ങൾ പ്ലിങ്കു എന്നാണ് വിളിക്കുന്നത്. പ്ലിങ്കുവിന് മേടിച്ചത് കുഞ്ഞൂട്ടനാണ് ഇരുന്ന് ഉദ്ഘാടനം ചെയ്തത്. സോ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ വൈകി ഹൈവേ ഗാർഡൻസിനുള്ളിലേക്ക് എത്തി. അന്നത്തെ ദിവസത്തെ മുഴുവൻ ക്ഷീണവും ഒരു നല്ല മാംഗോ ഷേക്ക് അടിച്ച് കുടിച്ചിട്ട് തീർത്തു. ഇതൊരു കുഞ്ഞി ശനിയാഴ്ച.